ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, എന്തുവെന്ന് പറയുന്നതിന് മുന്നേ ഞാനിവിടെ ഇന്ന് ബ്ലിസ്സിൻ്റെ വീട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഈ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി. അതാണ് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വലിയ PSC ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ഇങ്ങനെ വെറുതെ എന്താണ് ഫേവറേറ്റ് തിങ്സ് എന്ന്, എൻ്റെ ഫേവറേറ്റ് തിങ്സ് എന്തൊക്കെയാണെന്ന് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാന്നൊക്കെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ ഒരു വീഡിയോ എടുക്കുക, എന്തായാലും സൺഡേ ഒക്കെ അല്ലേ, വെറുതെ ഇരിക്കുമെന്ന് വെച്ച്. അപ്പം ഞാനൊരു 20 ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ടില്ല, ഫേവറേറ്റ് തിങ്സ് എന്തൊക്കെയാണെന്ന് ഇങ്ങനെ പറയുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. നിങ്ങളാണ് വരും. അപ്പം ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. ഒന്നാമത്തത്, വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ? എൻ്റെ ഫേവറേറ്റ് കളർ എന്താണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് ആണ് എൻ്റെ ഫേവറേറ്റ് കളർ. പിന്നെ പിങ്കും ഇഷ്ടമാണ്. പിന്നെ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഇപ്പം ഞാൻ അല്ലാതെ ഏതെങ്കിലും കളറിലെ എന്ന് വെച്ചാൽ ഇല്ലാത്ത കളറൊക്കെ നോക്കി ഡ്രസ്സ് എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് ബ്ലാക്ക് കളറാണ് ഏറ്റവും ഇഷ്ടം. അടുത്തത്, എൻ്റെ വാട്ട്സ് യുവർ ഫേവറേറ്റ് കാർ? എൻ്റെ ഫേവറേറ്റ് കാർ ബെൻസ് ആണ്. ബെൻസിൻ്റെ ഒരു ബ്ലാക്ക് കളർ കാറുണ്ട്. അതിൻ്റെ മോഡലൊന്നും എനിക്കറിയത്തില്ല, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ ഫ്രണ്ടിൽ ബെൻസിൻ്റെ ഈ അമ്പിളിങ്ങനെ കുത്തി നിൽക്കുന്ന ഒരു കാറുണ്ടല്ലോ, എന്താ പറയുന്നത്, കറണ്ട് വിളിച്ചറിയോ? കാറ് അറിയില്ല. അതാണ് എൻ്റെ ഫേവറേറ്റ് കാർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ ഫേവറേറ്റ് ആക്ടർ? അത് ഞാനിപ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, അത് ഞാനിവിടെ ഫോട്ടോയിൽ കാണിച്ചേക്കാം. എൻ്റെ ഫേവറേറ്റ് ആക്ടർ ആരാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്തത്, വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ്? എൻ്റെ ഫേവറേറ്റ് ഫുഡ് പാസ്തയാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. പിന്നെ എല്ലാം ഞാൻ കഴിക്കും, പക്ഷെ ഫേവറേറ്റ് ആയിട്ടുള്ളത് പാസ്തയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും വടയും. അതാണ് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഇഡ്ഡലി നല്ല കുറുകിയ സാമ്പാറും. പനമ്പള്ളി നഗർ ബിസിനെ കൊണ്ടുപോകട്ടെ. പനമ്പള്ളി നഗർ ഒരു ഇഡ്ഡലി സാമ്പാറും കിട്ടുന്ന ഷോപ്പുണ്ട്. എന്തായിരുന്നു എൻ്റെ പേര്? ഇഡ്ഡലി വട ദർഫയോ എന്താ പറയുക, പേര് അങ്ങനല്ലേ? അതിൻ്റെ പേര് അങ്ങനെ. അപ്പോൾ അവിടുത്തെ ഇഡ്ഡലി സാമ്പാർ, അവിടുത്തെ ഇഡ്ഡലി സാമ്പാറാണ് ഏറ്റവും അടിപൊളി ഇഡ്ഡലി സാമ്പാർ. ബിസിനെ കൊണ്ടുപോകും കേട്ടോ. പിന്നെ വാട്ട്സ് യുവർ ഫേവറേറ്റ് സോങ്? എൻ്റെ ഫേവറേറ്റ് സോങ്, എല്ലാ സോങ്ങും എനിക്കിഷ്ടമാണ്. ഓരോന്ന് ട്രെൻഡിങ് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഫേവറേറ്റ് ഓരോന്നാവുമല്ലോ. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മറ്റേ ദേവദൂതനകത്തിലെ അതാരായിരുന്നു പാടിയോ? പാട്ടാരെ പാടിയെന്നറിയാവോ? എൻ ജീവൻ എന്ന് പറഞ്ഞ പാട്ടാരെ പാടിയെന്നറിയാവോ? ആരോട് എൻ ജീവൻ എന്ന് പറഞ്ഞ പാട്ടാണ് എൻ്റെ ഫേവറേറ്റ് പാട്ട്. ഇത് പാടിയത് ജാനകിയോ? അതാരായിരുന്നു? ജാനകി അമ്മ. എനിക്കറിയത്തില്ല ആ പാട്ട്. ജാനകി അമ്മയുടെ സോങ് ആണെന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. അടുക്കള അതെ, ആ പാട്ട് അറിയോ? ആ പാട്ട് ഇതിലെ പാട്ട് കേട്ടിട്ടുണ്ട്. ബ്ലിസ് ഇവിടെ അന്ന് തിയേറ്ററിൽ പോയി ദേവതൊന്നും കണ്ടില്ലേ? അത് ജാനകി അമ്മ പാടിയ എൻ ജീവനെ എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഗൗരി പാടിയിട്ടുണ്ട് നല്ലതായിട്ട്. ഞാൻ നോക്കട്ടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കിടലായിട്ട് ആ പാട്ട് പാടും. അടുത്തത്, ഫേവറേറ്റ് ഫ്രൂട്ട്? ഫേവറേറ്റ് ഫ്രൂട്ട് പപ്പായ ആണ് എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്. എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമാണ്. മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടും പൈനാപ്പിൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ കഴിക്കും, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം പപ്പായാണ്. അടുത്തത്, ഫേവറേറ്റ് മൂവി? എൻ്റെ ഫേവറേറ്റ് മൂവി, ഞാനങ്ങനെ സിനിമ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അത് ഞങ്ങളുടെ അച്ചുവേട്ടനാണെങ്കിൽ ഒരു സിനിമ അഡിക്റ്റാണ്. പക്ഷെ ഞാൻ അങ്ങനെ സിനിമ ഇഷ്ടപ്പെടുന്ന ആളല്ല. പക്ഷെ എനിക്ക് ഫേവറേറ്റ് മൂവി ഏതാ? ഫേവറേറ്റ് ആയിട്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ദേവദൂതൻ സിനിമ ഇഷ്ടമാണ്. ഫേവറേറ്റ് മൂവി ഹാപ്പി ഡേയ്സ് ഒക്കെ ഇഷ്ടമാണ്. അങ്ങനത്തെ ആനന്ദം അങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഫേവറേറ്റ് മൂവി ഒന്നും എനിക്കില്ല. അടുത്തത്, ഫേവറേറ്റ് ഹോബി വന്നിട്ട് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, ഫോട്ടോ എടുക്കുക, എഡിറ്റ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. പക്ഷേ വീഡിയോ എടുക്കുക, വ്ളോഗ് എടുക്കുക, ഇതൊക്കെ തന്നെയാണ് ഫേവറേറ്റ് ഹോബി. പിന്നെ ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, നല്ല ബുക്കാണ്. പിന്നെ അടുത്തത്, ഫേവറേറ്റ് വെജിറ്റബിൾ വന്നിട്ട് ക്യാരറ്റ് ജ്യൂസ് ഇഷ്ടമാണ്. ക്യാരറ്റ് തോരൻ ഇഷ്ടമാണ്. പിന്നെ നൂഡിൽസിനകത്ത് ക്യാരറ്റ് ഇടുന്ന ഇഷ്ടമാണ്. ക്യാരറ്റിൻ്റെ കളറിലുണ്ട്. അപ്പോൾ ക്യാരറ്റാണ് എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾ. അടുത്തത്, ഫേവറേറ്റ്
ഫേവറേറ്റ് സീസൺ വന്നിട്ട് ക്രിസ്മസ്. ഇപ്പം ഡിസംബർ ആണല്ലോ, അപ്പോൾ ഇതാണ് ഫേവറേറ്റ് സീസൺ. എറണാകുളമൊക്കെ കാണാൻ ഭയങ്കര ബ്ലിസ്. അങ്ങോട്ട് വരണേ, അവിടെ ഭയങ്കര രസമാണ്. അടുത്തുള്ള എല്ലാം ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച്, ബ്രോഡ്വേ ഒക്കെ ഭയങ്കര ലൈറ്റും, അവിടെ ഇവിടെ ലൈറ്റ്. ഞങ്ങളുടെ ഓഫീസിലൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട്. ഓഫീസിൽ ഇതുണ്ടോ പരിപാടി ഉണ്ടോ ക്രിസ്മസ് സെലിബ്രേഷൻ? അപ്പോൾ ഫേവറേറ്റ് സീസൺ വന്നിട്ട് ക്രിസ്മസ്. പിന്നെ ഫേവറേറ്റ് ക്രിസ്മസ് മാത്രമേ ഉള്ളൂ. പിന്നെ ന്യൂ ഇയർ ഇഷ്ടമാണ്, അത് പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലോ. അടുത്തത് ഫേവറേറ്റ് ഫ്ലവർ റോസ്, റെഡ് റോസ് ആണ് ഫേവറേറ്റ് ഫ്ലവർ. എല്ലാ ഫ്ലവേഴ്സും ഇഷ്ടമാണ്. പിന്നെ മറ്റേ കടലാസ് പൂ ഉണ്ടല്ലോ, മറ്റേ എല്ലാവരും വീഡിയോ എടുക്കുന്നത്, അതിഷ്ടമാണ്. പക്ഷേ എല്ലാ പൂക്കളും ഇഷ്ടമാണ്, പക്ഷേ റോസ് ആണ് ഇഷ്ടം. അടുത്തത് ഫേവറേറ്റ് ഗെയിം. ഞാൻ അങ്ങനെ ഒരുപാട് ഗെയിം കളിക്കുന്ന ഒരാളല്ല, ഗെയിം അങ്ങനെ ഒരുപാട് കളിച്ചിട്ടില്ല. പക്ഷേ കളിച്ചതിനകത്ത് ഏറ്റവും ഇഷ്ടം ടോക്കിംഗ് ടോം. കളിച്ചിട്ടുണ്ടോ? അത് ഇടില്ലല്ലേ? നീ ആ പൂച്ചയിട്ട് ഇടിക്കാൻ, അത് തളയിറങ്ങി വീഴുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടം. പിന്നെ കുക്കിംഗ് ഗെയിമൊക്കെ ഇഷ്ടമാണ്, കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ഗെയിമും അതൊക്കെ, കുക്കിംഗ് ഗെയിമൊക്കെ ഇഷ്ടമാണ്. പിന്നെ ക്യാൻഡി ക്രഷ് ഇഷ്ടമാണ്. അടുത്തത് ഫേവറേറ്റ് ടീച്ചർ വന്നിട്ട് ഒരു ആംബുലൻസിന് സൗണ്ടുണ്ടാക്കി കഴിയും. ഫേവറേറ്റ് ടീച്ചർ വന്നിട്ട് എല്ലാ ടീച്ചർമാരും എനിക്ക് ഇഷ്ടമാണ്. ചെറുതിലോട്ട് പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരും എനിക്ക് ഇഷ്ടമാണ്. ഫേവറേറ്റ് ആയിട്ട് അങ്ങനെ എടുത്ത് പറയാൻ ടീച്ചേഴ്സ് എല്ലാവരെയും ഒരേപോലെ ഇഷ്ടമാണ്. അടുത്തത് ഫേവറേറ്റ് ബുക്ക്. ഞാൻ അധികം ബുക്കൊന്നും ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ ഞാൻ വായിച്ചതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ആടുജീവിതം, ബെന്യാമിൻ്റെ ആടുജീവിതമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ നോവലും, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ആടുജീവിതം. അടുത്തത് ഫേവറേറ്റ് സബ്ജക്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം സ്കൂളിലെ സബ്ജക്റ്റ് ഒന്നും വലിയ ഇഷ്ടമില്ല. കോളേജിലൊക്കെ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ആണ് ഏറ്റവും ഇഷ്ടം. ബിസിനസ് സ്റ്റഡീസ് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൽ ഇച്ചിരി പോയായിരുന്നു, അതെനിക്കിഷ്ടമാണ്. അടുത്തത് ഫേവറേറ്റ് ആനിമൽ. ഓഫ് കോഴ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടം പട്ടിക്കുട്ടിയാണ്. ഞങ്ങൾ പെട്ടെന്നൊരു പട്ടിക്കുട്ടി വാങ്ങിക്കല്ലേ, അശ്വൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്നൊരു പട്ടിക്കുട്ടി വാങ്ങിക്കുന്നതായിരിക്കും. അടുത്തത് ഫേവറേറ്റ് ചോക്ലേറ്റ് ബൗണ്ടി ചോക്ലേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഉള്ളിൽ തേങ്ങ വെച്ചത്, പുറത്ത് ചോക്ലേറ്റ് കോട്ടിംഗ് ഉള്ള ബൗണ്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. അടുത്തായിട്ട് കുറച്ചും കൂടെ ഉള്ളൂ. ഇനി അടുത്തത് ഫേവറേറ്റ് മെമ്മറി. ഒരുപാട് ഫേവറേറ്റ് മെമ്മറീസ് ഉണ്ട്, പക്ഷേ ഏറ്റവും ഫേവറേറ്റ് ഞാൻ ആദ്യമായിട്ട് ആസിഫലിയെ കണ്ടത് ഗ്രാൻഡ് എൻട്രി വെച്ചിട്ട്, അതെൻ്റെ ഫേവറേറ്റ് മെമ്മറിയാണ്. പിന്നെ ഉള്ളൊരു ഫേവറേറ്റ് മെമ്മറി എനിക്ക് ഐഫോൺ എടുത്തത്, അതും ഒരു ഫേവറേറ്റ് മെമ്മറിയാണ്. അടുത്തത് ഫേവറേറ്റ് തിങ്സ് ടു ഡു വിത്ത് ഫാമിലി. ഇതാണ് ഇതല്ല ഒന്നുകൂടെ. ഫേവറേറ്റ് തിങ്സ് ടു ഡു വിത്ത് ഫാമിലിയായിട്ട് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുക, അതൊക്കെ തന്നെയാണ്. സിനിമയ്ക്കൊക്കെ പോവുക, ഞങ്ങളെല്ലാവരും സിനിമയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ പോകും. അതാണ് ഫാമിലി ആയിട്ടുള്ള ഫേവറേറ്റ് മെമ്മറി. ഇനിയിപ്പം ബ്ലിസ്സും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവരും കൂടെ നമ്മൾ ഓണം, ക്രിസ്മസ്, വിഷു ഒക്കെ ആഘോഷിക്കും. അത് നമ്മൾ വെയിറ്റിംഗ് ആണ്. അടുത്തത് ഫേവറേറ്റ് തിങ് ആണ് ഫേവറേറ്റ് ഡെസേർട്ട് വന്നിട്ട് ബ്രൗണിയുടെ പുറത്ത് ഐസ്ക്രീം വെച്ച്, വാനില ഐസ്ക്രീം വെച്ചിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസേർട്ട്. അപ്പോൾ എത്ര ഉണ്ടായിരുന്നു? ഇത്രയും കാര്യങ്ങളെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് തിങ്സ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് തിങ്സ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. സൺഡേ ഒക്കെ ഇല്ലെന്ന് വെച്ച് ആ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.